പിന്നെ ജോലി കിട്ടിയപ്പോ അതിന് സമയം കിട്ടിയില്ല. പിന്നെ എഴുതി വെച്ചിരുന്നതൊക്കെ നഷ്ടമായി. ടെൻഷനായിട്ട് ഇപ്പൊ നിറവിന്റെ പ്രത്യേക പുരസ്കാരമായിട്ടുള്ള പ്രത്യേക പുരസ്കാരമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇപ്പം തന്നിരിക്കുന്നത് എന്റെ പരാക്രമം എന്ന നോവലിനാണ് ഇപ്പൊ തന്നിരിക്കുന്നത്. കവിതാ സമാഹാരത്തിന് കഴിഞ്ഞ മാസം കിട്ടിയായിരുന്നു. നിറവ് ഇതുപോലുള്ള പല വ്യത്യസ്ത മേഖലകളിൽ കഴിവ് പ്രകടിപ്പിച്ചവരെയാണ് കൂടുതലും ആദരിക്കുന്നത്. ഈ ലഹരി വന്നതിന് മുമ്പ് എഴുതിയ കഥയാണ്. അത് കഥ ഇപ്പൊ ലഹരി വന്നപ്പോ അത് പ്രസിദ്ധമായി. നാടിന്റെ കലാകാരിക്ക് നിറവിന്റെ പുരസ്കാരം. പ്രേംനസീറിന്റെ സ്വന്തം നാടായ ചിറയൻകീഴ് സ്വദേശിനിയായ എഴുത്തുകാരിയും കവയിത്രിയുമായ ശിവാനി സരസ്വതിക്കാണ് നിറവ് എന്ന സാംസ്കാരിക സംഘടന പുരസ്കാരം നൽകിയത്. നിറവിന്റെ പ്രത്യേക പുരസ്കാരമായിട്ടുള്ള പ്രത്യേക പുരസ്കാരമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നിറവ് സാഹിത്യവേദിയുടെ പ്രത്യേക കവിതാ സമാഹാരത്തിന് അതുപോലെ തന്നെ നിറവ് സാഹിത്യ പുരസ്കാരമാണ് ഇപ്പൊ നൽകിയിരിക്കുന്നത്. നിറവ് ഇതുപോലുള്ള പല വ്യത്യസ്ത മേഖലകളിൽ കഴിവ് പ്രകടിപ്പിച്ചവരെയാണ് കൂടുതലും ആദരിക്കുന്നത്. കലാസാഹിത്യ സാംസ്കാരിക മേഖലകളിൽ വളരെ വ്യത്യസ്ത നിലകളിൽ പ്രവർത്തിക്കുന്ന പലർക്കും നിറവ് സാഹിത്യ വേദി പുരസ്കാരങ്ങൾക്ക് നൽകിയിരുന്നുണ്ട്. ഇതിപ്പോ നിറവ് തിരുവനന്തപുരം ആസ്ഥാനമാക്കിയുള്ള ഒരു സംഘടനയാണോ? തിരുവനന്തപുരം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന എല്ലാ സാഹിത്യ മേഖലകളിലുള്ള ആളുകളൊക്കെ ഇതുപോലെ നിങ്ങൾ ആദരിക്കാറുണ്ട്, അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങളൊക്കെ കൊടുക്കാറുണ്ടല്ലേ? പുതുതലമുറയുടെ ലഹരി ഉപയോഗം നാടിന് വിപത്താണ് എന്ന് ചൂണ്ടിക്കാട്ടി ഇവർ എഴുതിയ പരാക്രമം എന്ന നോവലിനെ അധികരിച്ചാണ് പുരസ്കാരം നൽകി ആദരിച്ചത്. നിറവ് സാംസ്കാരിക വേദിയുടെ പ്രതിനിധി ചിറയൻകീഴിലുള്ള കവയത്രിയുടെ വസതിയിലെത്തിയാണ് പുരസ്കാരം കൈമാറിയത്. പുരസ്കാരം ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്നും റിട്ടയർമെന്റ് ജീവിതത്തിൽ എഴുതിയ കലാസൃഷ്ടികളുടെ അംഗീകാരമാണ് ഇതെന്നും ശിവാനി സരസ്വതി വിസ്മയ ന്യൂസിനോട് പ്രതികരിച്ചു. ഇത് ആദ്യ പുരസ്കാരമല്ല, നിരവധി പുരസ്കാരങ്ങൾ ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇപ്പം തന്നിരിക്കുന്നത് എന്റെ പരാക്രമം എന്ന നോവലിനാണ് ഇപ്പൊ തന്നിരിക്കുന്നത്. കവിതാ സമാഹാരത്തിന് കഴിഞ്ഞ മാസം കിട്ടിയായിരുന്നു. നോവലിനാണ് തന്നേക്കുന്നത്. അത് ലഹരി പറ്റി എഴുതിയ ഒരു നോവലാണ്. വായനശാലയൊക്കെ സ്കൂളിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇനി ചോദിച്ചിട്ടുണ്ട് വേറെ വായനശാലകൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയൊരു വിപത്താണ് ഈ ലഹരി. ലഹരിക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടമായിട്ട് അല്ലെങ്കിൽ പരാക്രമം നോവല്. ഓക്കെ, ഇതിന്റെ അല്ലേ? അപ്പൊ ഏത് സാഹചര്യത്തിലാണ് ഇപ്പൊ എന്തായിരുന്നു ഒരു പ്രചോദനം ഈ പരാക്രമം എന്ന് പറഞ്ഞ നോവൽ എഴുതാനുള്ള സാഹചര്യം? അത് ഈ ലഹരി വന്നതിന് മുമ്പ് എഴുതിയ കഥയാണ്. അത് കഥ ഇപ്പൊ ലഹരി വന്നപ്പോ അത് പ്രസിദ്ധമായി. കൂടുതൽ 8 മാസത്തിന് മുമ്പ് എഴുതി വെച്ചിരുന്നപ്പോ ലഹരിയെ പറ്റി ഇപ്പൊ 24 അല്ലേ അവരെല്ലാം ഇതിനെപ്പറ്റി ഇപ്പൊ പറയുന്നുണ്ട്, ചർച്ച നടക്കായിരുന്നു. അപ്പൊ ഞാനിത് ഉടനെ തന്നെ പ്രകാശനം ചെയ്തു. അപ്പോ ഈ കവിതയും നോവലും ഒക്കെ എഴുതുന്നതിന് എങ്ങനെയുണ്ട് കുടുംബത്തിൽ നിന്നുള്ള സപ്പോർട്ട്? കുടുംബത്തിന് സപ്പോർട്ടൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഔട്ട്ഹൗസൊക്കെ ഇവിടെ തന്നെയാണോ? അപ്പൊ ഇവിടെ ഇരുന്നാണ് ഈ കവിതയും കലാസൃഷ്ടികളും എല്ലാം ഉണ്ടാകുന്നത് അല്ലേ? 2 മാസമായുള്ളൂ കടനാട്ടിൽ. എനിക്ക് 3 ആമക്കളാണ്. മൂത്താളും കുഞ്ഞുങ്ങളും വീട്ടിലുണ്ട്. പിന്നെ 2ാമത്തെ ആള് ഗൾഫിലാണ്. 3ാമത്തെ ആള് കാട്ടായികുളത്ത് താമസം. പുള്ളി ടെക്നോ പാർക്ക് വർക്ക് ചെയ്യുന്നു. അവർക്ക് വരാൻ സമയം ഞാൻ വിളിച്ചതും ഇല്ലായിരുന്നു. സമയമുണ്ട്. പിന്നെ ജോലി കിട്ടിയപ്പോ അതിനൊന്നും സമയം കിട്ടിയില്ല. പിന്നെ എഴുതി വെച്ചിരുന്നതൊക്കെ നഷ്ടമായി. ടെൻഷനായിട്ട് ഇപ്പൊ എന്ത് ജോലിയായിരുന്നു? എന്താണ് ഏജൻസിയായിരുന്നു. ടീച്ചറായിട്ട് പോകാനുള്ള മോഹം ഉണ്ടായിരുന്നു, കിട്ടിയില്ല. ചേച്ചി കിട്ടിയില്ല. മലയാളം വിദ്വാൻ പോയി. ജോലിയൊക്കെ എവിടെയായിരുന്നു? ജോലി വയനാടായിരുന്നു. ആ സമയങ്ങളിലും ഈ കവിതയെഴുത്തും നോവലെഴുത്തും ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ?
അപ്പൊ വീട്ടിലൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു, കുടുംബമൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. ഞാൻ എഴുതാൻ തുടങ്ങി ഇപ്പം പെൻഷനായ ശേഷം കൂടുതലായിട്ട് എഴുതുന്നുണ്ട്. വിസ്മയ ന്യൂസ് ചിറയൻകീഴ.